യൗസേപ്പിതാവേ യൗസേപ്പിതാവേ ഞങ്ങൾക്കു കാവലാകണേ. യൗസേപ്പിതാവേ യൗസേപ്പിതാവേ സഭയുടെ കാവലാകണേ. ആബാപിതാവിൻ കാരുണ്യം തൂകി ഞങ്ങൾക്കു കാവൽ നിൽക്കണേ. ഈശോതൻ സ്നേഹമേകണേ. യൗസേപ്പിതാവേ യൗസേപ്പിതാവേ ഞങ്ങൾക്കു കാവലാകണേ. വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഒരൊറ്റ വാക്കുപോലും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം നീതിയുടെയും സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും ബഹിർസ്ഫുരണമായിരുന്നു. നിശബ്ദമായ പ്രഘോഷണമായിരുന്നു. വാക്കുകളേക്കാൾ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിശബ്ദമായ സത്പ്രവർത്തനങ്ങൾക്കാണ് ശക്തി എന്ന് തെളിയിച്ചവനാണ് ഈ പിതാവ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് മാതൃകയായും ദൈവത്തിന് പ്രീതികരമായും ചരിക്കുന്നവനെ ദൈവം സുസ്ഥിരനാക്കും. ഭൂമിയിലെ സ്വർഗമായിരുന്ന തിരുക്കുടുംബത്തിൽ ഈശോയും മാതാവും യോസേപ്പ് പിതാവിനെ അനുസരിച്ചതുപോലെ വിശുദ്ധ യോസേപ്പ് ദൈവപിതാവിനെ പൂർണ്ണമായും അനുസരിച്ചവനായിരുന്നു. പരിശുദ്ധ മറിയവും ഉണ്ണി ഈശോയും യോസേപ്പ് പിതാവിനോട് സംസാരിച്ചിരുന്നു. അതുപോലെ നമുക്കും വിശുദ്ധനോട് സംസാരിക്കാം, ആശയവിനിമയം നടത്താം, ഉപദേശങ്ങളും തേടാം. നല്ല കുടുംബനാഥനും ജീവിത പങ്കാളിയും നേതാവും തൊഴിലാളിയും സ്വാർത്ഥരഹിതനും മാതൃകയും അനുസരണയുമുള്ളവനാകാനുള്ള ദൈവവിളി ലഭിച്ച യോസേപ്പ് പിതാവ്, ദൈവം സ്വന്തമാക്കിയ ഭാഗ്യവാനായ വിശുദ്ധ യോസേപ്പ് ഉന്നതനാണ്. യഹോവ ഉയർത്തും അഥവാ യഹോവയായ ദൈവം കൂട്ടിച്ചേർക്കും എന്നർത്ഥമുള്ള യോസേപ്പ് എന്ന നാമം ഉന്നതമാണ്. വിശുദ്ധ യോസേപ്പ് നമുക്ക് വഴികാട്ടിയാകട്ടെ. സ്വന്തം തൊഴിൽ വഴി തന്റെ കുടുംബത്തിനും അയൽവക്കക്കാർക്കും പ്രിയങ്കരനായ തൊഴിലാളിയായിരുന്നു വിശുദ്ധൻ. അനുദിന ജീവിതത്തിൽ തന്റെ തൊഴിലിന്റെ മാഹാത്മ്യം ഉയർത്തിക്കാട്ടി മാതൃക നൽകുന്നവൻ. ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന മാതൃക. തൊഴിലിന്റെ അന്തസ്സും അഭിമാനവും മനസ്സിലാക്കാത്ത തലമുറയ്ക്ക് ഒരു സത് മാതൃക. അനുദിന ജോലി ദൈവമഹത്വത്തിന് കാരണമാകുന്ന പോലെ തന്നെ സമൂഹത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നും തന്റെ കുടുംബത്തിന്റെ ഉന്നതിക്ക് കാരണമാകുമെന്നും ഈ പിതാമഹൻ പഠിപ്പിക്കുന്നു. ആധുനിക കാലഘട്ടത്തിലെ എല്ലാ ജോലിക്കാരും അറിഞ്ഞിരിക്കേണ്ട സത്യം: തൊഴിലിനെ സ്നേഹിക്കാം, ആദരിക്കാം.